ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. വറുത്തരച്ച മുട്ടക്കറി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും, ചപ്പാത്തിയുടെ കൂടെയും, പത്തിരിയുടെ കൂടെയും, ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട മുട്ടക്കറിയാണ്. അപ്പം നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 4 മുട്ടയാണ്. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇത് 5-6 ഒക്കെ എടുക്കാം. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്തരച്ച മുട്ടക്കറിയല്ലേ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു 6 മുട്ടയൊക്കെയാണ് എടുക്കണമെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ തേങ്ങ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തരച്ച് ഏത് കറി ഉണ്ടാക്കാനും നല്ല മൂത്ത തേങ്ങ തന്നെ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. തേങ്ങ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പം അതാ തേങ്ങ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് കൊടുക്കുക. ഇനി നമ്മുടെ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകണം. ഡാർക്ക് ആകാൻ നിൽക്കരുത്. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതാ നമ്മുടെ തേങ്ങ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്. പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ആദ്യം പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഉണ്ട്, നല്ല ഫൈനായിട്ട് ഇതിനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക്, അതൊന്ന് നെടുവേ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്തതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകണം. അതുവരെ വഴറ്റി കൊടുക്കുക. അതെന്തൊക്കെയാണ് നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതോടെ വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടയണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. സവാളയുടെ കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്, ഫെന്നൽ സീഡ്സ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ എടുക്കുക.
നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യണത്. മിക്സി ബൗളിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലുള്ള അരപ്പുകൾ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ സവാളയൊക്കെ വറ്റിയപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രം അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊരു 8-10 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. തീ കുറച്ചേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി എല്ലാം വറ്റിപ്പോവും. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം തിളച്ചിട്ട് വേണം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറി അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം അതാ ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഇതിലേക്കൊന്ന് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇതെല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പത്തിരി, ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. നാടൻ വറുത്തരച്ച മുട്ടക്കറി. അപ്പോൾ എല്ലാവരും നമ്മുടെ മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച്. ബൈ.